അനീഷ് കുമാർ, സ്ഥലം എറണാകുളം. ഈ സൺറൈസ് എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓരോ സൂര്യോദയം നമുക്ക് വിലപ്പെട്ടതാണ്. നമ്മുടെ ഇതിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ സ്ട്രെസ്സും സ്ട്രെയിനും നിറഞ്ഞ ഈ സാഹചര്യത്തിൽ നമ്മുടെ ലൈഫിനെ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഒബ്ജക്റ്റ് തന്നെ. ഇന്ന് നമുക്ക് വേണ്ടി ഈ സെഷൻ എടുക്കുന്നതിന് വേണ്ടി ഇന്ന് പിന്നെ നമ്മുടെ ഈ പല മേഖലയിൽ സക്സസ് തെളിയിച്ച മിസ്റ്റർ അനിൽകുമാർ സാറാണ്. അതായത് അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ചെസ് കോച്ചാണ്, ഒരു മൈൻഡ് പവർ ട്രെയിനറാണ്. എന്നിട്ട് ഇന്ന് നമുക്ക് പിന്നെ പല മേഖലകളിൽ സക്സസ് തെളിയിച്ച ഈ അനിൽകുമാർ സാറിനെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇന്നത്തെ സബ്ജക്റ്റ് തന്നെ 0 to ഹീറോ ആണ്. അപ്പൊ ഇത് എല്ലാവരുടെ അനുവാദത്തോടെ സാറിനെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു അനീഷ് കുമാർ സാർ. ഓഡിബിൾ? യെസ്, ഓഡിബിൾ. വെൽക്കം ഓൾ. ഞാനും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഐ ആം പ്രൗഡ് ടു ബി ഹിയർ ആൻഡ് എക്സൈറ്റഡ് ടു ബി ഹിയർ. കാരണം ഇത് രണ്ടാമത്തെ ചാൻസ് ആണ് ഇതുപോലൊരു നല്ലൊരു കൂട്ടായ്മയുടെ മുമ്പിൽ ഒരു സെഷൻ എടുക്കുവാനായിട്ടൊരു ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ സന്തോഷവാനാണ്, ഒപ്പം അഭിമാനിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാനും എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്ന ഇതാണ്: എവിടെയാണോ നമ്മൾ ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതിന് നമ്മളും എപ്പോഴും എന്നും രാവിലെയും നമ്മളും പറയണം, ഐ ആം പ്രൗഡ് ടു ബി ഹിയർ ആൻഡ് എക്സൈറ്റഡ് ടു ബി ഹിയർ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ടു അവർ പേരൻസ്, അവർ ടീച്ചേഴ്സ്, അവർ മെന്റേഴ്സ്. അങ്ങനെ എല്ലാത്തിനോടും ഒരു ഗ്രാറ്റിറ്റ്യൂഡുള്ള ഒരു തുടക്കം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അങ്ങനെ എല്ലാവരും അതിലേക്ക് വേണ്ടിയിട്ടുള്ള യാത്രയിലാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മളെ വീഡിയോയിൽ കാണുന്നുണ്ട്. ഒരു ചെറിയൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം. വാട്ട് ആർ ദ ഹാർഡസ്റ്റ് ട്രൂത്ത് ഇൻ അവർ ലൈഫ്? നമ്മുടെ ജീവിതത്തിലെ കാഠിന്യമേറിയ സത്യം എന്താണ്? ഒന്നിലധികം ഉണ്ട്. ജസ്റ്റ് എന്തൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യാവോ എന്നെ കേൾക്കുന്നവർ? വാട്ട് ആർ ദ ഹാർഡസ്റ്റ് ട്രൂത്ത്സ് ഇൻ അവർ ലൈഫ്? ഞാനപ്പോൾ PPT ഷെയർ ചെയ്യാം. സാർ എന്തെങ്കിലും ആൻസർ ചാറ്റ് ബോക്സിൽ വരികയാണെങ്കിൽ ഒന്ന്. ആൻസർ ഒന്നും വന്നിട്ടില്ല. ഹാർഡസ്റ്റ് ട്രൂത്ത് ഇൻ ലൈഫ്. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല സർ. ഓക്കെ, താങ്ക് യു സർ. സമയം, ടൈം ഈസ് വെരി വാല്യുബിൾ ആൻഡ് ഹാർഡസ്റ്റ്. അതെ. എനിത്തിങ് എനി അതർ? സമയം മാത്രമേ ഉള്ളൂ? പ്രായം അത് സമയത്തെ കണക്ട് ചെയ്താണ് നിൽക്കുന്നത്. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഓരോരുത്തരും പറയുമ്പോൾ ഒരു രസമുണ്ട്. കാരണം ഇപ്പൊ ഞാൻ പറയില്ലേ, എൻ്റെ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇന്ററാക്റ്റീവ് ആണ്. എനിക്ക് എപ്പോഴും ആഗ്രഹം എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എനിക്ക് കൂടുതൽ പഠിക്കാൻ കഴിയുന്നു. ഓക്കെ, ഞാൻ സാറ് പറഞ്ഞ സമയം, പ്രായം എല്ലാം നല്ലത് തന്നെ. എല്ലാ ഉത്തരവും അത് കറക്റ്റ് തന്നെയാണ്. അനദർ ഇമ്പോർട്ടന്റ് തിങ് ഈസ് വി കനോട്ട് പ്ലീസ്. സാർ പറഞ്ഞോളൂ സാർ. ഹെൽത്ത്, വെരി ഗുഡ്. വി കനോട്ട് പ്ലീസ് എവരിവൺ. നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റില്ല. അനദർ ഹാർഡസ്റ്റ്, വി മേക്ക് മിസ്റ്റേക്സ്, വി ഫേസ് ഫെയിലുവേഴ്സ്. നമുക്ക് തെറ്റുകൾ പറ്റുന്നു, പരാജയങ്ങൾ സംഭവിക്കുന്നു. ഇതെല്ലാം ഹാർഡസ്റ്റ് ട്രൂത്ത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ എൻ്റെ സെഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫ്രോം 0 to ഹീറോ. 0 to ഹീറോ എന്ന് പറയുമ്പോൾ വി ആർ സീറോ. നമ്മൾ സീറോ അല്ല. ബട്ട് വി ക്യാൻ ഐഡന്റിഫൈ സം അവർ ടാലൻസ്, സം പൊട്ടൻഷ്യൽസ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനെ അല്പം കൂടി നമ്മളുടെ കഴിവിന്റെ, പൊട്ടൻഷ്യലിന്റെ ഒരുപാട് എടുക്കേണ്ട ഒരു അവസരം അതിക്രമിച്ചിരിക്കുന്നു എന്നൊരു ഉദ്ദേശം കൂടിയാണ് എൻ്റെ ഈ സെഷനിൽ. മീൻസ് 0 to ഹീറോ, നത്തിങ് ടു സംതിങ്.
concept of about starting from nothing to achieving great things, achieving greatness. നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാനായിട്ട് ഈ ഭൂമിയിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. ബട്ട് വി ആർ ലിവ് ഇൻ ദ കംഫർട്ട് സോൺ. നമ്മൾ ഇങ്ങനെ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുന്നു. നമ്മളൊരു പെർഫെക്റ്റ് മൊമെന്റ് വേണ്ടി കാത്തിരിക്കുന്നു. ഈ പെർഫെക്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് കൺസെപ്റ്റ് ആണ്. ഇറ്റ് നെവർ ഹാപ്പൻസ്. ഇഫ് യു വെയിറ്റിംഗ് ഫോർ പെർഫെക്റ്റ് മൊമെന്റ്, യു ഓൾവേസ് വെയിറ്റ് ഇൻ ദിസ് ലൈഫ്. നമ്മുടെ ഈ ജീവിതത്തിൽ എപ്പോഴും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടി? പെർഫെക്റ്റ് മൊമെന്റ് വേണ്ടി, പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി വേണ്ടി. സോ സ്റ്റാർട്ട് ടുഡേ. നാളെയല്ല, അടുത്ത ആഴ്ചയല്ല, ഇന്ന് തന്നെ ഒരു ടൈനി സ്റ്റെപ്സ്, ഒരു ചെറിയൊരു സ്റ്റെപ്പ് ഇന്ന് എടുക്കുക. ഇറ്റ് ഈസ് അബൌട്ട് ഓവർകമ്മിങ് ചലഞ്ചസ്, ലേണിംഗ് ആൻഡ് ഗ്രോയിങ്. നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, വളർന്നുകൊണ്ടേയിരിക്കുന്നു. നോ മാറ്റർ വെയർ യു സ്റ്റാർട്ട് വിത്ത് എന്താ റൈറ്റ് മൊമെന്റ് വേണമെന്നില്ല, മൈൻഡ് സെറ്റ് വേണമെന്നില്ല, ഉറച്ച തീരുമാനം വേണമെന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് സീറോയിൽ നിന്ന് ഹീറോയാകാം. അപ്പൊ എന്റെ സെഷനിലേക്ക് എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വാട്ട് ഈസ് സീറോ ടു ഹീറോ? എന്താണ് സീറോ ടു ഹീറോ എന്ന് ഞാനിപ്പോ പറഞ്ഞു. സ്ലൈഡ് ചേഞ്ച് ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ 3 ചോദ്യങ്ങൾ എല്ലാവരോടും ചോദിക്കുന്ന ഇതാണ്. ആർ യു റെഡി എന്ന് പറയുമ്പോൾ യെസ്, നിങ്ങൾ എല്ലാവരും റെഡി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ എവിടെയാണ്? ഫൈൻഡ് ഔട്ട് വെയർ യു ആർ ഇൻ ലൈഫ് ടുഡേ. ഇപ്പോൾ ഇവിടെ അതെ സാറ് കാണിക്കുന്നുണ്ട്, രത്നാര സാറ് കാണിക്കുന്നു. ടുഡേ വാട്ട് യു വാണ്ട് ടു അച്ചീവ് ഇൻ യുവർ ലൈഫ്? ഈ ജീവിതത്തിൽ എന്ത് നേടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? വാട്ട് ആർ ദ സ്റ്റെപ്സ്? എന്തെല്ലാം സ്റ്റെപ്സ് എടുക്കേണ്ടിയിരിക്കുന്നു? അതാണ് ഞാൻ 3 ചോദ്യം നിങ്ങളോട് ചോദിച്ചുകൊണ്ട് സെഷനിലേക്ക് തുടങ്ങുന്നു. സീറോ ടു ഹീറോയിലേക്ക് പോകുമ്പോൾ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട നമ്പർ 1 സെറ്റ് ഇതാണ്. എംബ്രേസ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് വേണം. നാരോ മൈൻഡ് സെറ്റ് അല്ല. ഒരു സ്റ്റാർട്ട് വിത്ത് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ടു ഓൾ our relatives, all our problems, or our challenges, or our blessings. Every failure is a lesson. Every success is. അപ്പൊ നമ്മളിങ്ങനെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവുക. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോഴാണ് ഒരു പഠനം നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ ലോട്ടറി അടിച്ചവരെ കുറിച്ചുള്ള ഒരു പഠനം നടത്തി. ഒരുപാട് കോടീശ്വരന്മാർ നിറഞ്ഞ ആൾക്കാരായിരിക്കണം ലോട്ടറിയുടെ ആ കണക്കെടുപ്പ് വെച്ച് നോക്കുമ്പോൾ. പക്ഷെ ലോട്ടറി അടിച്ചവരാരും കോടീശ്വരന്മാരായി തുടർന്നിട്ടില്ല. കാരണം എന്താണെന്നറിയാവോ? അവരുടെ മൈൻഡ് സെറ്റ്, അവർക്ക് അത്രയും വലിയൊരു മൈൻഡ് സെറ്റ് ഇല്ലാത്തതാണ് കാരണം. പ്രിയമുള്ളവരെ, നമ്മൾ ഇനിയും വളരുവാനായിട്ട്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾക്ക് വേണ്ടത് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റാണ്. സ്റ്റാർട്ട് ബൈ വ്യൂയിങ് ചാലഞ്ചസ് ആസ് ഓപ്പർച്യൂണിറ്റി. വെല്ലുവിളികൾ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ. വെല്ലുവിളികളല്ലെങ്കിൽ നമ്മളെ ദുർബലപ്പെടുത്തി കൊണ്ടുപോകുന്നു. നമ്മളുടെ വളർച്ച വളരെ വീക്കാവുന്നു. പരാജയങ്ങൾ ഇങ്ങനെ പറയുന്ന ഫെയിലിയർ ഈസ് നോട്ട് ദ ഓപ്പോസിറ്റ് ഓഫ് സക്സസ്, ബട്ട് ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് സക്സസ്. വിജയത്തിന്റെ ഭാഗമാണ്, വിജയത്തിന്റെ എതിരല്ല പരാജയം. അടുത്ത വേണ്ടതെന്താണെന്ന് അറിയാമോ? പവർ ഓഫ് ഗോൾ സെറ്റിംഗ്. നമുക്കൊരു ലക്ഷ്യം വേണം. ആ ഗോൾ എന്ന് പറഞ്ഞാൽ അച്ചീവബിൾ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, ടൈം ബൗണ്ട് ആയിരിക്കണം. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുമായിട്ട് നമുക്കൊരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? നമ്മൾ വീക്കായി പോവും. നമുക്കൊരു ലക്ഷ്യമില്ലാതെ അലയുന്ന, നമുക്കറിയാം, ഈ വടക്ക് നോക്കിയും യന്ത്രമില്ലാത്ത ഒരു കപ്പൽ പോലെയാവും നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വ്യക്തമായൊരു ഗോൾ ഇല്ലെങ്കിൽ വേർ ടു ഗോ, വേർ ടു സ്റ്റാർട്ട്. തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളും ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അതൊരു സ്മാൾ ഗോൾ ആകാം, ഒരു ഷോർട്ട് ടൈം ഗോൾ ആകാം, ഒരു ലോങ് ടൈം ഗോൾ ആകാം. ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു എ മൊമെന്റം ടു യുവർ ജേർണി. യു ക്യാൻ ഗ്രോ യുവർ മൊമെന്റം ആൻഡ് ഗെറ്റ് വൺ സ്റ്റെപ്പ് ഓവർ അനദർ. ഓരോ സ്റ്റെപ്പും എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗോൾ സെറ്റ് നമുക്ക് ചെയ്യാം. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പറയുന്ന ഇതാണ്. ഗോൾ സെറ്റ് ചെയ്താൽ മാത്രം പോരാ, ടേക്ക് ആക്ഷൻ. ഒരു പ്ലാൻ വേണം.
ആക്ഷൻ, ഗോൾ വിത്തൗട്ട് ആക്ഷൻ ജസ്റ്റ് എ ഡ്രീം എന്നാ പറയാം. നമ്മൾ ഒരുപാട് ഗോൾ സെറ്റ് ചെയ്തു, എല്ലാം എഴുതി വെച്ചു, എനിക്ക് വലിയൊരാളാകണം പറ്റാണ്, പക്ഷെ അവിടെ ആക്ഷൻ ഇല്ല, അതൊരു സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കും. സോ ടേക്ക് ആക്ഷൻ, സ്മാൾ ആക്ഷൻ ടുഡേ. ഒരു 1% ടുഡേ യു വിൽ അച്ചീവ് യുവർ ഗോൾ. മാസ്റ്റർ ദ ആർട്ട് ഓഫ് ഡെയിലി ഹാബിറ്റ്സ്. അത് നല്ലൊരു പോയിന്റ് തന്നെയാണ്. നമുക്ക് നമ്മളുടെ കുറെ ഹാബിറ്റ്സുകൾ, അതിന് മാസ്റ്റർ ആവുക. രാവിലെ എഴുന്നേൽക്കണം, റീഡിങ് ബുക്സ്, അറ്റൻഡിങ് ക്ലാസ്സസ്. നമുക്ക് നല്ല മെന്റേഴ്സിനെ കൊണ്ടുവരാം. ഏത് പ്രവർത്തിക്കോ അതൊരു കൺസിസ്റ്റൻസി വേണം. അപ്പൊ ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ആ 0 to ഹീറോയിലേക്കുള്ള വളർച്ച എളുപ്പത്തിലാവും. കാരണം നമ്മളുടെ ഹാബിറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മാസ്റ്റർ ചെയ്യുന്നു. എന്താണ് എൻ്റെ വീക്ക്നെസ്? വാട്ട് ആർ മൈ പൊട്ടൻഷ്യൽ? വാട്ട് ആർ മൈ വീക്ക്നെസ്? ഇതെല്ലാം നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു 0യിൽ നിന്ന് ഹീറോയാകാനായിട്ടുള്ള ഓരോ തുടക്കങ്ങളും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് വൺ നോക്കിയേ. ലേൺ ആൻഡ് അഡാപ്റ്റ്. നെവർ സ്റ്റോപ്പ് ലേണിംഗ്. ലേണിംഗ് ഈസ് എ ലൈഫ് ലോങ് ജേണി ആണെന്നാ പറയുന്നത്. എവറി ടൈം എ ലേണർ, ഡോണ്ട് ബി എ ഫോളോവർ എന്നാ പറയുന്നത്. ഇറ്റ് ഈസ് എ ഫേമസ് കോട്ട്. എവറി ടൈം എ ലേണർ, ഡോണ്ട് ബി എ ഫോളോവർ. ഒരു ബുക്ക് നമ്മൾക്ക് 5 വർഷം ലാഭിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലേക്ക്. അപ്പൊ റീഡ് ബുക്സ്, ടേക്ക് കോഴ്സസ്, അറ്റൻഡ് സെമിനാർസ്, അറ്റൻഡ് മോട്ടിവേഷണൽ സെക്ഷൻസ്. ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ നമ്മൾ പറയുന്നില്ലേ, ഇറ്റ് ഈസ് അബൌട്ട് നമ്മൾ സ്റ്റാർട്ടിങ് ഫ്രം നത്തിങ് ടു അച്ചീവിങ് ഗ്രേറ്റ്നെസ്സിലേക്കുള്ള വഴി നമ്മളെ കാണിക്കുന്നു. ലേൺ ആൻഡ് അഡാപ്റ്റ്. I think very important point. Every time a learner, every time we are learning something, growing something. Next one നോക്കിയേ. ബിൽഡ് എ സപ്പോർട്ട് നെറ്റ്വർക്ക്. ഇത് തന്നെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് സൺറൈസ്. ഒരു നല്ലൊരു നെറ്റ്വർക്ക്, നല്ലൊരു കൂട്ടായ്മ ഉണ്ടാവുന്നു. ഹു സപ്പോർട്ട് യു, ഹു ഇൻസ്പയർ യു, സറൗണ്ട് വിത്ത് എ പീപ്പിൾ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് മനോഭാവമുള്ള കുറച്ച് ആൾക്കാരുടെ ഒരു കൂട്ടായ്മ. They inspire you, they motivate you, they help them to reach your position above your dreams. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും അപ്പുറം ഉയർത്താൻ കഴിയുന്ന നല്ല നല്ല ആൾക്കാരുമായി സൗഹൃദം സ്ഥാപിക്കുന്നു. യെസ്, വെരി വെരി ഗുഡ് പോയിന്റ്. ബിൽഡ് എ സപ്പോർട്ട് നെറ്റ്വർക്ക്. അതൊരു ഓഫ്ലൈൻ ആകാം, ഓൺലൈൻ ആകാം. നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നു. നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മുടെ ഗോളുകളെയും എങ്ങനെ കണ്ടെത്താമെന്ന് ഉദാഹരണ സഹിതം മനസ്സിലാക്കുമ്പോൾ ഈ ഭൂമിയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നൊരു തോന്നൽ, ഒരു തീരുമാനം നമ്മൾ എടുക്കുകയാണ്. ഫ്രം ടുഡേ, നാളത്തേക്ക് മാറ്റുന്നില്ല, അടുത്ത ദിവസത്തേക്ക് മാറ്റുന്നില്ല. ഫ്രം ടുഡേ, ഫ്രം ദിസ് മൊമെന്റ്, ഈ നിമിഷം നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുന്നു. ആർക്കും നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല, തടയാൻ കഴിയില്ല. യെസ്, യു ആർ എ ലക്കി. എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും നല്ലൊരു കൂട്ടായ്മയുടെ ഭാഗമാണ്. പ്രൗഡ് ഓഫ് ഇറ്റ്. ടേക്ക് ആക്ഷൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഡ്രീമേഴ്സ് ആണെങ്കിൽ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. നമ്മൾ ഡൂവേഴ്സ് ആകണം. നമ്മൾ എന്ത് ചെയ്യണം? പ്രവൃത്തി ചെയ്യണം. റിവാർഡ്സ് കം ടു ഡൂവേഴ്സ്, നോട്ട് ഡ്രീമേഴ്സ്. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവർക്കല്ല റിവാർഡ് ലഭിക്കുന്നത്, പ്രവർത്തിക്കുന്നവർ, ആക്ഷൻ ടേക്കേഴ്സ്. അത് വേണമെങ്കിൽ എന്താ സ്മാൾ ടൈനി ആക്ഷൻ ആകാം. ഒരു ചെറിയ സ്റ്റെപ്പ് ഇന്ന് തുടങ്ങാം. നമ്മൾ പറയില്ല, ഒരു വലിയൊരു ബിൽഡിംഗ്, വലിയ ബിൽഡിംഗ്, വലിയ ബ്രിക്സ് ഒന്നുമല്ല, ചെറിയ ചെറിയ ബ്രിക്സിലൂടെ നമ്മളാണ് വലിയൊരു സൗധം കെട്ടിപ്പടുക്കുന്നത്. സോ നമ്മളുടെ സ്വപ്നത്തിന്റെ, നമ്മളുടെ ആ ഒരു ഹീറോയാവുന്നതിന്റെ ആ ഒരു ഡ്രീം ബിൽഡിംഗ് നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം. വിത്ത് എ ടൈനി സ്മാൾ സ്റ്റെപ്പ്. We are action takers. Action is what turns dreams into reality. അവിടെ ഒരു കൺസിസ്റ്റൻസി വേണം. ഇപ്പോൾ നമ്മൾ എവിടെയാണ്? നമ്മൾ എത്തേണ്ട പൊസിഷൻ, ആ ഒരു ബ്രിഡ്ജ്, ഒരു പാലം എത്തിക്കുന്നത് ഇതൊക്കെയാണ്. നമ്മുടെ ആക്ഷനും നമ്മുടെ കൺസിസ്റ്റൻസിയും നമ്മുടെ പാഷനും എല്ലാം ചേർന്നാണ് നമ്മളെ നമ്മുടെ സ്വപ്നത്തിലെ എത്തിക്കുന്നത്. Again, I say, don't wait for perfect moment. Take the step today. ഇന്ന് തന്നെ, ഇന്ന് എടുക്കുക. പെർഫെക്റ്റ് മൊമെന്റ് ഈസ് എ നെഗറ്റീവ് കൺസെപ്റ്റ്.
പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി, നല്ല അവസരങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. എന്നെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാർ എല്ലായ്പ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവസാനം അവരെത്തിച്ചേരുമ്പോൾ 95 വയസ്സ് അല്ലെ 80 വയസ്സിന് ശേഷം അവർ പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്ന കാര്യങ്ങളാണ് ബ്രോണി വെയർ തന്റെ ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദി ടോപ്പ് 5 റിഗ്രറ്റ്സ് ഓഫ് ഡൈയിങ് പീപ്പിൾ. ദി ടോപ്പ് 5 റിഗ്രറ്റ്സ് ഓഫ് ഡൈയിങ് പീപ്പിൾ. 95 വയസ്സിൽ മരിക്കുന്ന കുറെ ആൾക്കാരുടെ പഠനങ്ങൾ എടുത്തിട്ട് അവരുടെ ആ ഒരു ബുക്കാണ് പാലിയേറ്റീവ് കെയറിൽ വർക്ക് ചെയ്യുന്ന ഓസ്ട്രേലിയൻ എഴുത്തുകാരിയും ഒപ്പം മോട്ടിവേഷണൽ സ്പീക്കറുമായ ബ്രോണി വെയറിന്റെ ബുക്കിൽ പറയുന്നത്. എനിക്ക് എന്റെ സ്വപ്നങ്ങൾക്കും അപ്പുറം ആ സ്വപ്നങ്ങളെ പോലെ ജീവിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് എന്റെ കഴിവുകൾ കണ്ടെത്താൻ കഴിയില്ല. എനിക്ക് എന്റെ നല്ല സൗഹൃദങ്ങളെ കണ്ടെത്താൻ കഴിയില്ല. എനിക്ക് എന്റെ പൊട്ടൻഷ്യൽ, എന്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും പറഞ്ഞ് 5 പശ്ചാത്താപങ്ങൾ ആ ബുക്ക് വൈറലാണ്. പ്രിയമുള്ളവരെ, നാളെ നമ്മളെക്കുറിച്ച് പശ്ചാത്തപിക്കാതിരിക്കാൻ ടേക്ക് ആക്ഷൻ ടുഡേ. നമ്മൾ ആർക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്? ഒരാൾ വന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണോ? നമ്മളൊരു പെർഫെക്റ്റ് മൊമെന്റിന് വേണ്ടിയിട്ടാണോ? ഇനി ആരെങ്കിലും നമ്മൾ എന്താ പറയുന്നത് ഒരു സ്ട്രഗിൾസിന് വേണ്ടിയാണോ നമ്മൾ കാത്തിരിക്കുന്നത്? ടേക്ക് ആക്ഷൻ ടുഡേ. ടേക്ക് എ സ്മാൾ ആക്ഷൻ ടുഡേ. സോ യു will achieve greatness. From nothing to achieve greatness. From zero to hero. From nothing to something. തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാം ആക്ഷൻ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഉയരങ്ങളിലെത്താൻ കഴിയും. യെസ്, സെലിബ്രേറ്റ് സ്മോൾ വിൻസ്. നമ്മൾ വലിയ വിജയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ട. അക്നോളജ് യുവർ സ്മാൾ വിൻസ്, യുവർ പ്രോഗ്രസ്. റെക്കഗ്നൈസ് ദി ജേർണി, നോട്ട് ഡെസ്റ്റിനേഷൻ. നമ്മുടെ യാത്രയിൽ നമ്മൾ ഇങ്ങനെ എൻജോയ് ചെയ്യുക. നമ്മളിപ്പോ ഊട്ടിയിലേക്കുള്ള യാത്രയാണെങ്കിൽ ഊട്ടിയിൽ എത്തുന്നതല്ല നമുക്ക് സന്തോഷം, ഇതിനിടയിലുള്ള പല പല നിമിഷങ്ങളാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. യെസ്, നമ്മുടെ ജേണി ഫ്രം സീറോ ടു ഹീറോ എന്ന് പറഞ്ഞാൽ സെലിബ്രേറ്റ് സ്മാൾ വിൻസ്. കുഞ്ഞു കുഞ്ഞു വിജയങ്ങളെ നമ്മൾ ആഘോഷകരമാക്കുന്നു. ആ മൊമെന്റം നമ്മൾ ഉണ്ടാക്കുന്നു. യു ക്യാൻ ഗ്രോ മൊമെന്റം ആൻഡ് ഗെറ്റ് 1 സ്റ്റെപ്പ് ഓർ ബിലോങ് ടു ദ അടുത്ത സ്റ്റെപ്പ്. നമ്മൾ പറയല്ലേ, ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പൊ ഇനി മുതൽ നമ്മൾ ചെറിയ വിജയങ്ങളെയും ആഘോഷകരമാക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കിങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നു ഓപ്പർച്യൂണിറ്റീസ് ജസ്റ്റ് അഹെഡ്. സക്സസ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ ബട്ട് എ ലൈഫ് ലോങ് ജേണി. സക്സസ്, വിജയം ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് അല്ല, അതൊരു ലൈഫ് ലോങ് ജേണി തന്നെയാണ്. എനിവൺ ക്യാൻ സ്റ്റാർട്ട് ഫ്രം സീറോ ടു ഹീറോ. എനിവൺ ക്യാൻ സ്റ്റാർട്ട് ഫ്രം സീറോ ടു ഹീറോ ആൻഡ് അച്ചീവ്, അല്ലെ? റൈറ്റ് മൈൻഡ് സെറ്റ്, ആക്ഷൻ, പെർസെവറൻസ്, കീപ് ഗോയിങ്, കീപ് ലേണിംഗ് ആൻഡ് കീപ് സ്ട്രൈവിംഗ് ടു എ ബെറ്റർ പൊസിഷൻ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ 7 സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ട് ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നമുക്ക് കൈയെഴുതാം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന്റെ ഒരു രേഖപ്പെടുത്തൽ വരുത്തി എല്ലാവർക്കും പോകാൻ കഴിയും. നമ്മുടെ അറിവുകൾ, നമ്മുടെ അനുഭവങ്ങൾ വേറെ ആർക്കും ഉണ്ടാകില്ല. ഞാൻ അനുഭവിച്ച സ്ട്രഗിൾസ്, ഞാൻ അനുഭവിച്ച പരാജയങ്ങൾ, ഞാൻ എന്ന നിലയിൽ ഞാൻ ചിലപ്പം അനുഭവപ്പെട്ട സങ്കടങ്ങൾ, ഇതെല്ലാമാണ് എൻ്റെ സെഷനിലൂടെ വരുന്നത്. ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിനെ കൂടി പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഓരോ അരിമണിയിലും എഴുതി വെച്ചിട്ടുണ്ട് അത് ആര് കഴിക്കണം എന്നുള്ളത്. ഇറ്റ് ഈസ് എ നോർമൽ തിങ്. ഞങ്ങൾ പാലക്കാട് ഒരു യാത്രയിൽ പോകുമ്പോൾ 2:30 ഏത് ഹോട്ടലിൽ കഴിക്കണമെന്ന് ഇങ്ങനെ അന്വേഷിച്ച് പോയപ്പോൾ ഒരു ഹോട്ടലിനടുത്ത് നിർത്തി. സമയം അല്പം വൈകി, പക്ഷെ ആ ഒരു നല്ല മുള ഒക്കെ വെച്ചുള്ള ഒരു നല്ലൊരു ഹോട്ടൽ, തനി നാടൻ ഹോട്ടൽ. അവർ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വെച്ചു. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ജോസഫ് സാറാണ് ഞങ്ങളുടെ ഓഫീസർ. അപ്പൊ ഞങ്ങളിങ്ങനെ ഭക്ഷണത്തിനായിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ യാത്രയും അതിനിടയിലുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഓരോ അരിമണിയിലും എഴുതി വെച്ചിട്ടുണ്ട് ഇത് ആര് കഴിക്കണം എന്നുള്ളത്. ഇറ്റ് ഈസ് നമ്മളെല്ലാവരും പറയുന്നതാണ്. പക്ഷെ അല്പം കൂടി നമ്മൾ ആഡ് ചെയ്തപ്പോൾ ഇതാണ് സംഭവിച്ചത്. ഓരോ അരിമണിയിലും എഴുതി വെച്ചിട്ടുണ്ട് അത് ആരോടൊപ്പം കഴിക്കണമെന്ന്, എപ്പോൾ കഴിക്കണമെന്ന്. പ്രിയമുള്ളവരെ, നമ്മളുടെ തീന്മേശയിലിരുന്ന
ഓരോ അരിമണിയിലും വിയർപ്പിന്റെ കഷ്ടപ്പാടിന്റെ ആ ഒരു ഇതുണ്ടാവും. ഒരു അരിമണി നമ്മൾ താഴെ കളയുമ്പോൾ നമ്മൾ ഓർക്കുക, ഒരു കർഷകന്റെ ആ വിയർപ്പിന്റെ ആ വില നമ്മൾ എന്ത് ചെയ്യുന്നു? തീന്മേലയിൽ എത്തുമ്പോൾ അതൊരു വേസ്റ്റ് ആക്കി കളയുന്നു. എനിക്കൊരു വീട്ടിൽ വെച്ചൊരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞു. ആന്ധ്രയിൽ ഞങ്ങളൊരു ഡ്യൂട്ടിക്ക് പോയപ്പോൾ അവിടുത്തെ ആ നോക്കത്താ ദൂരത്തുമുള്ള പാടങ്ങളിൽ കഷ്ടപ്പെടുന്ന ആന്ധ്രയിലെ കർഷകരെ കണ്ടു. അവരുച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കരയിലേക്ക് കയറി വരാറില്ല. കാരണം എന്താണെന്ന് അറിയാവോ? അത്രയധികം ദൂരം നടന്നു വേണം കരയിലെത്താൻ. അവർ ചോറ് കൊണ്ടുപോകുന്നു, ഒരു ഓലക്കീറിന് താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, പിന്നെയും പണിയെടുക്കുന്നു, പകലന്തിയോളം പണിയെടുത്ത് തിരിച്ചെത്തുന്ന അവരുടെ വിയർപ്പിന്റെ ആ ഇതാണ് നമ്മുടെ തീന്മേശയിലെത്തുന്ന ഓരോ അരിമണിയും. അങ്ങനെ ആ അരിമണി ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു സംഭവം കൂടി എന്നെ വളരെ സ്പർശിച്ചാണ്, വേദനിപ്പിച്ചതാണ്. ലോഡ് ചെയ്യുമ്പോൾ ഒരു ലോഡിംഗ് തൊഴിലാളിയുടെ ചെറിയൊരു അശ്രദ്ധ മൂലം ആ ചാക്കിൽ നിന്ന് 3-4 അരിമണി താഴെ വീണപ്പോൾ കൗണ്ടറെന്നോ മുതലാളിയെന്നോ പറയുന്ന ആ വ്യക്തി ആ തൊഴിലാളിയുടെ കർണക്കുറ്റിയിട്ട് അടിക്കുന്നു. നമ്മൾ തകർന്നുപോയി ആ സൗണ്ട് കേട്ടിട്ട്. കണ്ണുനീരൊരുക്കിക്കൊണ്ട് താഴെ വീഴുന്ന ആ 3-4-5 അരിമണി പെറുക്കി ചാക്കിലിട്ടിട്ട് വീണ്ടും തുന്നിക്കെട്ടി ലോഡ് ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മളുടെ എത്തുന്ന ഈ അരിക്കും പിന്നിലൊരു കഷ്ടപ്പാടിന്റെ കഥയുണ്ട്, വേദനയുടെ കഥയുണ്ട്, കണ്ണീരിന്റെ കഥയുണ്ട്. ഒരു പക്ഷെ ലോഡ് ചെയ്ത തൊഴിലാളി ആ വാഹനത്തിൽ നിന്ന് വീഴാം. അപ്പൊ നമ്മൾ എന്നും ഒരു ഗ്രാറ്റിറ്റ്യൂഡോടെ ഇവിടെ നമ്മുടെ ആ തീന്മേശയിലിരുന്ന ഭക്ഷണം കഴിക്കണമെന്നുള്ളൊരു റിക്വസ്റ്റ് കൂടി ഞാനിത് പറയുന്നു. അപ്പൊ നമ്മുടെ ജേണി 0 to Hero അച്ചീവ് ചെയ്യാനുള്ള 7 പോയിന്റാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ആർക്കെങ്കിലും ഏതെങ്കിലും ഇഷ്ടപ്പെട്ടൊരു പോയിന്റ് പറയുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യാം. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പോയിന്റ് ജസ്റ്റ് പറയുകയാണെങ്കിൽ? ഓക്കെ, എന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ. എന്താണ് ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ്? ഇപ്പൊ 7 പോയിന്റോളം നമ്മൾ പറഞ്ഞു. ആക്ഷൻ എടുക്കണം. ആക്ഷൻ. നമ്മൾ ആക്ഷൻ ടേക്കേഴ്സ് ആയിരിക്കണം, ഡ്രീമേഴ്സ് ആയിരിക്കും. വെരി ഗുഡ്, താങ്ക് യു സാർ. അപ്പം എംബ്രേസ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ഗോൾ സെറ്റിംഗ്, ലേൺ ആൻഡ് അഡാപ്റ്റ്, സെലിബ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഓരോ നമ്മളുടെ ആ ഡെയിലി ഹാബിറ്റ്സ് മാറ്റുക. നമ്മളെല്ലാവരും 8 മണിക്കും അല്ലെ 7 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നവരാണെങ്കിൽ 1 മണിക്കൂർ നേരത്തെ എഴുന്നേൽക്കുക, ഇപ്പോൾ എഴുന്നേൽക്കുന്നേക്കാൾ. അപ്പൊ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ് അറിയാവോ? 1 മണിക്കൂർ നമ്മൾ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം 1 മണിക്കൂർ കിട്ടുന്നു. ആഫ്റ്റർ 10 days വി ഗെറ്റ് 10 hours. നമുക്ക് അതിന്റെ ഇക്വേഷൻ അറിയാം. 24 ദിവസം കഴിയുമ്പോൾ നമ്മളുടെ അക്കൗണ്ടിലേക്ക് 24 മണിക്കൂർ ആഡ് ചെയ്യപ്പെടുന്നു. യെസ്, 24 hours ഈക്വൽ ടു 1 day. 24 മണിക്കൂറുകൾ ഒരു ദിവസം ആക്കി തീർക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ എത്ര ദിവസങ്ങൾ ഇതുപോലെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. സോ ടേക്ക് ആക്ഷൻ ടുഡേ. വി ക്യാൻ ഗ്രോ ഫ്രം 0 to Hero. We can achieve nothing to something. We can achieve greatness. So നമ്മുടെ ഡെയിലി ഹാബിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിൽഡ് എ സപ്പോർട്ട് നെറ്റ്വർക്ക്. നല്ലൊരു നെറ്റ്വർക്ക് നമ്മൾ അച്ചീവ് ചെയ്യുക. എഗെയിൻ ഒരു ചെറിയൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം. ജസ്റ്റ് നമുക്ക് ക്ലാസ് സപ്പോസ് ചെയ്യാം. ഇതൊരു ട്രൂ ആണെന്നാ പറയണ. ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? നിങ്ങളുടെ ചിന്തകളെ ഞാനൊന്ന് മാറ്റിപ്പിടിക്കാനായിട്ട് ഒരു പസിൽ തരികയാണ്. 8 + 8 = 4. ഹൗ ഇറ്റ് ഈസ് ട്രൂ? ആർക്കെങ്കിലും ഒന്ന് പറയാവോ? നമ്മൾ 0 to Heroയിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ഒരു ബ്രെയിൻ ടീച്ചർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മെന്റൽ ആ മനസ്സിനെ ഇങ്ങനെ ഒന്ന് ചൂടുപിടിപ്പിക്കുന്ന ഒരു എക്സസൈസ് കൂടി നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈസ് ഇറ്റ് ട്രൂ? ഹൗ ഇറ്റ് ഈസ് ട്രൂ? സാർ എന്തെങ്കിലും ആൻസർ ചാറ്റ് ബോക്സിൽ വരികയാണെങ്കിൽ പറയണേ. 4 into 8 × 16 = 4 into 4. അല്ല, അതല്ല, വേറൊരു ആൻസർ ഉണ്ട്. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കി. ഹൗ ഇറ്റ് ഈസ് ട്രൂ? കാരണം നമ്മളിങ്ങനെ 0 to Hero ആകുമ്പോൾ നമ്മളുടെ ബ്രെയിനൊക്കെ ഒന്ന് ചൂട് പിടിക്കണം. ഇത് ട്രൂ ആണ്. യെസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമുക്ക് സമയം കളയാനില്ല. എനിവൺ? ഓക്കെ, ഇത് നമ്മുടെ ക്ലോക്കുമായിട്ട് ബന്ധപ്പെടുത്തിയാ പറയുന്നത് കേട്ടോ.
രാവിലെ 8 മണിക്ക് ഒരാൾ പറയുകയാണ്, ഞാൻ 8 മണിക്കൂർ ശേഷം വരാമെന്ന് പറയുകയാണെങ്കിൽ എത്ര മണിക്ക് എത്തും? 8+8 4 മണിക്കെത്തും. 4 മണി. അത്ര സിമ്പിൾ. ആസ് ഫാർ ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈക്വേഷൻ ട്രൂ ആണ്. ഞാൻ 8 മണിക്കൂറാണ്, 8 മണിക്കൂർ ശേഷം ഞാൻ വരാം. 8+8 മീൻസ് 4 മണി. അത്ര സിമ്പിൾ. അപ്പൊ ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മളുടെ ഉള്ളിലുണ്ട് കഴിവ് നമ്മൾ കണ്ടെത്തുക. അപ്പൊ എല്ലാവരും, എന്നെ കേൾക്കുന്ന എല്ലാവരും ഈ ഒരു അഫർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു കോട്ട് വായിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷൻ ബൈൻഡപ്പ് ചെയ്യാം. ഐ ഹാവ് ദ പവർ വിത്തിൻ മീ ടു ഓവർകം ഓൾ അവർ അപ്പാരന്റ് ലിമിറ്റേഷൻസ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ കുറച്ച് പരിമിതികളുടെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അനുഭവിച്ച ചില ഒരു ലിമിറ്റേഷൻസിലൂടെയാണ് വളരുന്നത്. കാരണം എൻ്റെ ഫാമിലിയിൽ ആരും പിന്നെ രക്ഷപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നല്ല നിലയിൽ എത്തിയിട്ടില്ല. ഇങ്ങനെയുള്ള ചില ലിമിറ്റേഷൻസ് ഒക്കെ നമ്മളുടെ ചെറുപ്പകാലം മുതലേ നമ്മളുടെ ഉള്ളിൽ ഒരു ബ്രെയിൻ പ്രോഗ്രാമായിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ മൈൻഡ് പവർ ട്രെയിനിങ്ങിലും മൈൻഡ് പവറിലൂടെയൊക്കെ നമുക്കുണ്ടല്ലോ, നമ്മളുടെ ഇതെല്ലാം വെറും തോന്നലുകൾ മാത്രമാണെന്ന് നമ്മുടെ സ്റ്റുഡൻസിനെയും ഒപ്പം എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്ത് ഇവരുടെ സാന്നിധ്യം ആവശ്യമാണ്. ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊരു തോന്നൽ വരുത്തണം. അത് ആക്ഷനാക്കി മാറ്റണം, അത് യാഥാർത്ഥ്യമാക്കി മാറ്റണം. യെസ്. അപ്പൊ നമ്മൾ സങ്കടപ്പെടാനും ദുഃഖിക്കാനും ജനിച്ചവരാണെന്നുള്ളൊരു തോന്നൽ മാറ്റിയിട്ട് ഈ ഭൂമിയിൽ എൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ള ഉറച്ച തീരുമാനമെടുക്കുക. യെസ്. എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവരും കൈകൾ ഉയർത്തി തന്നെ പറയുക, ഐ ഹാവ് ദ പവർ വിത്തിൻ മീ ടു ഓവർകം ഓൾ മൈ അപ്പാരന്റ് ലിമിറ്റേഷൻസ്. ഒരിക്കലും നമ്മളുടെ സർക്കംസ്റ്റൻസിനെ ബ്ലെയിം ചെയ്യാതിരിക്കുക. നമ്മളുടെ വിധിയെ, നമുക്ക് ഭാഗ്യമില്ല, നമുക്ക് സമയമില്ല, എനിക്ക് സമയമൊന്നും കിട്ടുന്നില്ല, ഇങ്ങനെ പറയാതിരിക്കുക. യെസ്, വി ഹാവ് ദ പവർ വിത്തിൻ us ടു ഓവർകം ഓൾ അപ്പാരന്റ് ലിമിറ്റേഷൻസ്. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഭൂമിയിൽ ഒരുപാട് അവസരങ്ങളിൽ നിങ്ങളുടേതായ കഴിവുകൾ, നിങ്ങളുടേതായ അനുഭവങ്ങൾ ഷെയർ ചെയ്യുകയും അതുവഴി ഒരു നല്ലൊരു ലോകത്തെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. അപ്പൊ നല്ല നല്ല ആൾക്കാരെ ഈ ലോകം പച്ച പരവതാനി വിരിച്ച് കാത്തിരിക്കുന്നു. റെഡി ഫോർ ദാറ്റ്. സോ 0 to hero ആവുക. ഫ്രം നത്തിങ് ടു അച്ചീവ് ഗ്രേറ്റ്നെസ്. അങ്ങനെ ആയിക്കൊണ്ട് നമുക്ക് ഈ ജീവിതം വളരെ മനോഹരമാക്കാം. നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ള ഒരു ചെറിയൊരു ഇതുകൂടി മാത്രമാണ് എൻ്റെ ഈ സെഷൻ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒപ്പം ഞാൻ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിന്റെ പർപ്പസ് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തിയേക്കാം. സേ നോ ടു ഡ്രഗ്സ്, യെസ് ടു ലൈഫ്. ജീവിതമാണ് ലഹരി, സംഗീതമാണ് ലഹരി, വായനയാണ് ലഹരി. അതാകട്ടെ നമ്മുടെ ലഹരികൾ. തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു തലമുറയെ വളർത്തിയെടുത്ത് നാളത്തെ ഭരണചക്രം തിരിക്കേണ്ട ആൾക്കാരായി നമുക്ക് മാറ്റിയെടുക്കാം. അപ്പൊ അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. കൊണ്ട് നമുക്ക് ജീവിതത്തിൽ സാറിന് എല്ലാവരുടെയും ഭാഗത്തോടെ ഞാൻ നമുക്ക് ഇതേപോലത്തെ സൊസൈറ്റിയിലേക്ക് കൊടുത്ത് നല്ലൊരു ആനന്ദ സാധ്യത. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു ഓൾ.